കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1993-ലാണ്. ഇവിടെ പ്രധാനമായി ഓഫർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് BTech, MCA, PhD എന്നിവയാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്. അതിനോടൊപ്പം തന്നെ സീറ്റുകളുടെ കൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പൈ ചാർട്ട് 2022-ലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട കമ്പനി നെയിംസും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓവറോൾ പ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 50 to 60% ആണ്. അതുപോലെ തന്നെ ഹയർ പ്ലേസ്മെന്റ് ഉള്ളത് CSE ഡിപ്പാർട്ട്മെന്റ്സിനുമാണ്. IHRD തരംഗാണ് ഇവിടുത്തെ ടെക്നിക്കൽ ഇവന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒട്ടനവധി വർക്ക്ഷോപ്സും കോമ്പറ്റീഷൻസും നടത്തി വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ 2024-ലെ ഫേസ് 2-ലെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഈ കൊടുത്തിരിക്കുന്നവയാണ് ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിനെ കുറിച്ച് പറയുവാനുള്ളത്. അടുത്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999-ലാണ്. ഇവിടുത്തെ പ്രധാന പ്രോഗ്രാംസ് BTech, MTech, റിസർച്ച് പ്രോഗ്രാം ആൻഡ് ഷോർട്ട് ടൈം കോഴ്സുകളാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്രധാന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതിനോടൊപ്പം തന്നെ ടോട്ടൽ ഇൻടേക്സും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ഇയർ ടോട്ടൽ പ്ലേസ്മെന്റ് കൗണ്ട്സ് എന്ന് പറയുന്നത് 273 ആണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവാൻ താല്പര്യമുള്ളത് ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിനെ കുറിച്ചായിരിക്കും. ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേര് ലക്ഷ്യ എന്നാണ്. ഇതിൽ ഒട്ടനവധി കൾച്ചറൽ ഈവെന്റ്സ് നടത്തി വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. 2024-ലെ ഫേസ് 2-ലെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് GEC കോഴിക്കോടിനെ കുറിച്ച് പറയുവാനുള്ളത്. അടുത്തത് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിഞ്ഞാലക്കുട. ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിഞ്ഞാലക്കുട എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2015-ലാണ്. ഇവിടുത്തെ പ്രധാന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് BTech-ഉം MTech-ഉം ആണ്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രധാന ബ്രാഞ്ചുകളാണ്. അടുത്തത് ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. 2019 മുതൽ 2023 വരെയുള്ള പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ബാർ ചാർട്ട് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 2019 മുതൽ 25 വരെയുള്ള പ്ലേസ്മെന്റ് അനാലിസിസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഈവന്റ് എന്ന് പറയുന്നത് ടെക്ലിക്സ് ആണ്. ഇനി അടുത്തത് ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ബ്രാഞ്ച് വൈസ് ഉള്ള 2024-ലെ ഫേസ് 2-ലെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുവാനുള്ളത്. അടുത്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്. ശ്രീകൃഷ്ണപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999-ലാണ്. 33 ഏക്കറിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ഡിപ്പാർട്ട്മെന്റ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്രധാന പ്ലേസ്മെന്റ് കമ്പനീസ് ആണ്. ഇവിടുത്തെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെന്റോ ആണ്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക്, അതായത് 2024-ലെ ഫേസ് 2-ലെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇത്രയുമാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് SCMS കൊച്ചിയാണ്. SCMS എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2001-ലാണ്. ഇവിടുത്തെ പ്രധാന കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഓട്ടോമൊബൈൽ പോലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ആണ്. ഓൺ ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ്, ഇന്റേൺഷിപ്പ് സ്റ്റാറ്റിക്സ് ഇവിടെ ബാർ ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന കമ്പനീസ് ആണ്. ഇതിൽ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്രൂപ്പ് പോലുള്ള ഫേമസ് കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാന ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇഗ്നൈസ് ആണ്. ഇതിലൂടെ ഒട്ടനവധി കൾച്ചറൽ ഫെസ്റ്റ് പ്രോഗ്രാംസ് നടത്തി വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് 2024-ലെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസുമുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് SCMS കോളേജിനെ കുറിച്ച് നമുക്ക് കാണുവാനുള്ളത്. സെയിന്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം. 2002-ൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ തുടങ്ങിയ ഈ സ്ഥാപനം 2020-ൽ 10 വർഷത്തേക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് നേടുകയും KTയുടെ കീഴിലും AICTE അപ്രൂവ്ഡുമാണ്. ഈ കോളേജിൽ 9 UG പ്രോഗ്രാംസിന് NBA ക്രെഡിറ്റേഷൻ ഉണ്ട് വിത്ത് 3.14 CGPA NAAC സ്കോർ. സോ ഈ കാണുന്നതാണ് സെയിന്റ് കിറ്റ്സ് കോളേജിലെ അവൈലബിൾ ആയിട്ടുള്ള BTech പ്രോഗ്രാംസ്.
സോ കോ ബ്രാഞ്ചസിന് പുറമെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, VLSI ഡിസൈനും കോഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ഈ കോളേജിൽ എഡ്ജ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആൻസേഴ്സ് ആയി ചേർന്ന് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല IoT ലാബും ഫാബ് ലാബും ഇവിടെ ബൂട്ട് ക്യാമ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ടെക് ഫെസ്റ്റ് ആയിട്ടുള്ള സൃഷ്ടിയും നക്ഷത്രയും ഇവിടെ വളരെ വൈബ്രന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി ഈ കോളേജിന്റെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2025 ഓൾമോസ്റ്റ് 244 പ്ലേസ്മെന്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട്, അലോങ് വിത്ത് കോ ബ്രാഞ്ച് പ്ലേസ്മെന്റ്സ്. ടാറ്റ, ഇൻഫോസിസ്, MRF, RB ടെക്നോളജീസ്, TCS ആണ് ഇവിടുത്തെ മെയിൻ കമ്പനീസ്. സോ ഇതാണ് സെയിന്റ് കിറ്റ്സ് കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആസ് പെർ 2024. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കാഞ്ഞിരപ്പള്ളി. 2001 സ്ഥാപിതമായ ഈ കോളേജ് KTയുടെ കീഴിലും AICTE അപ്രൂവ്ഡുമാണ്. കൂടാതെ 2023 ഓട്ടോണമസ് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിട്ടുണ്ട്. NAC അക്രഡിറ്റേഷനിൽ A ഗ്രേഡും അച്ചീവ് ചെയ്തിട്ടുണ്ട്. 12 കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോ ബ്രാഞ്ചസിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ 350 സ്റ്റുഡൻസിനാണ് 2025 ഇവിടെ പ്ലേസ്മെന്റ്സ് ലഭിച്ചിട്ടുള്ളത്. വിത്ത് IBM, LGBN ബ്രദേഴ്സ്, UST, RB സ്ട്രക്ചേഴ്സ് ആൻഡ് കോഗ്നിസന്റ്. അതേപോലെ തന്നെ മെറ്റലർജി, മെക്കാനിക്കൽ, സിവിൽ ആൻഡ് കെമിക്കൽ ബ്രാഞ്ചസിനും കൂടെ കോ പ്ലേസ്മെന്റ്സ് ലഭിച്ചിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഫോർ ജനറൽ കാറ്റഗറി. സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പാല. 2002 സ്ഥാപിതമായ ഈ കോളേജ് KTയുടെ അണ്ടറിലും AICTE അപ്രൂവ്ഡുമാണ്. നിലവിൽ ഓട്ടോണമസ് പദവിയിലാണ് ഈ കോളേജ് ഉള്ളത്. ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ് ഈ കാണുന്നത്. സോ കോ ബ്രാഞ്ചസിന് പുറമെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഡിസൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സർഗം, അസ്ത്ര പോലുള്ള കൾച്ചറൽ ടെക് ഫെസ്റ്റും ഇവിടെ നടത്തിപ്പോകുന്നു. മാത്രമല്ല NCCയും NSSും ഇവിടെ സജീവമാണ്. IEEE, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സിന്റെ ബൂട്ട് ക്യാമ്പ്സും ഇവിടെ നിലവിലുണ്ട്. പ്ലേസ്മെന്റ്സ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 486 പ്ലേസ്മെന്റ്സ് ആണ് 2025 ഇതുവരെ പോയിട്ടുള്ളത്, വിത്ത് 300K ആവറേജ് സാലറി പാക്കേജ്. സോ ഈ കാണുന്നതാണ് 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഫോർ ജനറൽ കാറ്റഗറി, സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തൃശൂർ. 2002 സ്ഥാപിതമായ ഈ കോളേജ് KTയുടെ കീഴിലും AICTE അപ്രൂവ്ഡുമാണ്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ കോഴ്സസ് ആണ് ഈ കാണുന്നത്. ബയോടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കാണുന്നതാണ് 2025 പ്ലേസ്മെന്റ് റെക്കോർഡ്സ്. ഓൾമോസ്റ്റ് ഒരു 98% പ്ലേസ്മെന്റ് ആണ് ഈ കോളേജ് അവകാശപ്പെടുന്നത്. 1.2 to 2 lakhs per annum ആണ് ഇവിടുത്തെ ആവറേജ് സാലറി പാക്കേജ് എന്ന് പറയുന്നത്. UST, ഇൻഫോസിസ്, BPL മെഡിക്കൽ ടെക്നോളജീസ്, TCS ആണ് ഇവിടുത്തെ മെയിൻ റിക്രൂട്ടേഴ്സ്. സോ ഈ കാണുന്നതാണ് കോളേജിലെ 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഫോർ ജനറൽ കാറ്റഗറി. വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, എറണാകുളം. 2001 സ്ഥാപിതമായ ഈ കോളേജ് KTയുടെ കീഴിലും AICTE അപ്രൂവ്ഡുമാണ്. NAC ഗ്രേഡിംഗിൽ A ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഈ കോളേജിൽ ഓഫർ ചെയ്യുന്ന മെയിൻ കോഴ്സസ് എന്ന് പറയുന്നത്. കോ ബ്രാഞ്ചസിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കമ്പ്യൂട്ടർ ഡിസൈൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. നിലവിൽ 2025 തൊട്ട് ഓട്ടോണമസ് സ്റ്റാറ്റസ് ആണ് വിശ്വജ്യോതിക്ക് വരുന്നത്. ദൃശ്യ, ദ്രോണ, ബോധി പോലുള്ള കൾച്ചറൽ ടെക് സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നു. സോ ഈ കാണുന്നതാണ് 2024 പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ്. ഓൾമോസ്റ്റ് ഒരു 228 സ്റ്റുഡൻസ് അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 60 ടെക്നോളജീസ്, കോഗ്നിസന്റ്, CTS ആണ് ഇവിടുത്തെ മെയിൻ റിക്രൂട്ടേഴ്സ്. സോ ഇതാണ് 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഫോർ ജനറൽ കാറ്റഗറി ഇൻ വിശ്വജ്യോതി കോളേജ്. അടുത്ത് വരുന്ന കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പെരുമൺ. 2000 കേപ്പിന്റെ കീഴിൽ കേരള സർക്കാർ സ്ഥാപിച്ച കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പെരുമൺ. ഇവിടുത്തെ BTech പ്രോഗ്രാംസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. കോർ ബ്രാഞ്ചസ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോലുള്ള ബ്രാഞ്ചും കൂടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിൽ ഉണ്ട്. CSE, EEE, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, EC ബ്രാഞ്ചസ് ഒക്കെ NBA അക്രഡിറ്റഡുമാണ്. ഇവരുടെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. 1349 സ്റ്റുഡൻസിൽ ഏകദേശം 50 പേര് 2025 പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ അതിന് മുന്നേ 136, 2024 136, അതുപോലെ 2023 142 ഒക്കെയാണ്. ഇവരുടെ ഫൈനൽ ഇയർ പാസ് പെർസെൻറ്റേജ് ആണ് 72%. ഇവരുടെ കൾച്ചറൽ ഫസ്റ്റിന്റെ പറയുന്ന പേരാണ് അദ്വൈക. 2024 കീം റാങ്ക് അപ് ടു സെക്കൻഡ് അലോട്ട്മെന്റ് ഏതൊക്കെ റാങ്ക് വരെ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അടുത്ത് വരുന്ന കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തലശ്ശേരി. 2000 കേപ്പിന്റെ കീഴിൽ കേരള ഗവൺമെന്റ് സ്ഥാപിച്ച കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തലശ്ശേരി. ഇവിടുത്തെ BTech പ്രോഗ്രാംസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരുവിധം ഉള്ള എല്ലാ കൺവെൻഷണൽ ബ്രാഞ്ചസും ഇവിടെ ഉണ്ട്. അവിടുത്തെ നമ്പർ ഓഫ് ഇൻടേക്സും നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ പ്ലേസ്മെന്റിന് വരുന്ന മേജർ റിക്രൂട്ടേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. 2022, 2023 110 പേർക്കും, 2024 157, 2022 178 ജോബ് ഓഫേഴ്സ് ആണ്
ആക്ച്വലി ഈ കോളേജിൽ പഠിച്ചിറങ്ങിയ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ നാഷണൽ ലെവൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് അഗ്നിറ്റസ്. 2024 കീം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. റെസ്പെക്റ്റീവ് ബ്രാഞ്ചസിന് ഏതൊക്കെ റാങ്ക് വരെ അപ് ടു സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്ത് വരുന്ന കോളേജാണ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. 2001 ഈ കോളേജ് സ്ഥാപിതമാക്കുന്നത്. ഇവിടുത്തെ ബിടെക് പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ കൺവെൻഷണൽ ബ്രാഞ്ചസ് കൂടാതെ CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, CSE ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ബ്രാഞ്ചസ് ഒഴികെ ബാക്കി എല്ലാ ബ്രാഞ്ചസും NBA അക്രഡിറ്റഡ് ആണ്. ഇവരുടെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2025 201 പേർക്ക് ജോബ് ഓഫേഴ്സ് പോയിട്ടുണ്ട്. അതുപോലെ 2024 204 പേർക്ക് ജോബ് ഓഫേഴ്സ് പോയിട്ടുണ്ട്. ഇവരുടെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് ബ്രഹ്മ. കീം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ. 1995 IHRDയുടെ കീഴിൽ കേരള സർക്കാർ സ്ഥാപിക്കുന്ന കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ. ഇവിടുത്തെ ബിടെക് പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കൺവെൻഷണൽ ബ്രാഞ്ചസ് കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ ഡാറ്റ സയൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മേജർ റിക്രൂട്ടേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 2022 57 പേരോളം ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. ഇവരുടെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് ആരോ. സെക്കൻഡ് അലോട്ട്മെന്റ് വരെയുള്ള കീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത് വരുന്ന കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. 1999 കേരള സർക്കാർ സ്ഥാപിക്കുന്ന കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. കൺവെൻഷണൽ ബ്രാഞ്ച് കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു ബ്രാഞ്ച്. ഇവിടെ ആ ബ്രാഞ്ച് ഒഴികെ ബാക്കി എല്ലാ ബ്രാഞ്ചും NBA അക്രഡിറ്റഡ് ആണ്. ഇവിടെ നമ്പർ ഓഫ് സീറ്റ്സും അവിടെ കാണാം. പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2025 52 പേരോളം പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 2024 71 പേരാണ് അവിടെ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. കീം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഏകദേശം CSEയിൽ ഏകദേശ ഫിഗർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കറക്റ്റ് ഫിഗർ അവൈലബിൾ അല്ല. നെക്സ്റ്റ് കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. 2000 കേരള സർക്കാർ ഈ കോളേജ് സ്ഥാപിക്കുന്നത്. ഇവിടുത്തെ പ്രോഗ്രാംസ് UG പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, EC, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, IT പോലുള്ള ബ്രാഞ്ചസ് ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ 2024 41 പേരാണ് ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ആ ലിസ്റ്റ് ഓരോരോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ എത്ര പേരോളം പ്ലേസ്ഡ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് അദ്വയ. ഇവരുടെ കീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതോടുകൂടി നമ്മുടെ ടോപ്പ് കോളേജ് സീരീസ് അവസാനിക്കുകയാണ്. കീം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോളേജസിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.